ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കണു. സോ ഞങ്ങളിന്ന് നേരം വൈകി, സാറ്റർഡേ ആണെന്ന് നേരം വൈകി എനിറ്റു. കാരണം സ്കൂളില്ലാത്ത ദിവസം നേരം വൈകിട്ട് എനിക്ക്. അപ്പോൾ പിന്നെ ആളുമില്ല. വിക്രം ഊട്ടി പോയി, നാളെ വരുള്ളൂ. അന്ന് രാവിലെ പോയി ആൾ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ എന്താ പറയുക, മടി പിടിച്ചു ഇരുന്നു. വന്നു. അപ്പോൾ മോർണിംഗിൽ ദയവായിട്ട് ആൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്നലെ ഞങ്ങൾ പോർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചപ്പാത്തിയും ആണ് ഇരിക്കുന്നുണ്ട്. പിന്നെ അത് തന്നെ രാവിലെ കഴിക്കാമെന്ന് ഇപ്പോൾ ഒരാൾക്ക് വിശക്കുന്നുണ്ട്. കുറേ നേരം നിൽക്കും. സമയം ഇപ്പോൾ 10 മണിക്ക് ആവാറായിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് ചൂടാക്കാണ്. പോർക്ക് റോസ്റ്റ് എനിക്കിഷ്ടമാണ്. പോർക്ക് റോസ്റ്റ് പോർക്ക് ഇവിടെ വിക്രമിനും എല്ലാവർക്കും അങ്ങനെ എന്താ പറയുക, ബീഫ് അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും ഇഷ്ടമാണ്. മീനാണെങ്കിലും അതെ, ഭയങ്കര കാര്യമാണ്. ഞാൻ ആകെ ചിക്കൻ മാത്രമേ അധികം കഴിക്കാറുള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർക്ക് റോസ്റ്റ്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി തയ്യാറാക്കിയതാണ്. ഇന്നലെയും രാത്രി ചപ്പാത്തി തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തേക്കും ഉച്ചത്തേക്കും ഇതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തികയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണേ. ഇപ്പോൾ രാവിലെ ചപ്പാത്തി, ഉച്ചയ്ക്ക് പിന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വല്ല നൂഡിൽസോ മക്രോണിയോ അല്ലെങ്കിൽ വല്ല ചോക്കോസോ കഴിക്കുന്നുണ്ടാവും. അപ്പം അതാണ്. ഊട്ടി പോയി, നാളെ. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ വീണ്ടും ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നോ, സ്കൂളിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ കൊണ്ടുപോകണം? അപ്പം ഞങ്ങൾ വീണ്ടും ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഉച്ചപ്പോൾ എത്ര മണിയായിടാ? സമയം ഇപ്പോൾ എത്ര മണിയുണ്ടാവും? 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ആളില്ല. ഞാൻ പറഞ്ഞില്ല, ആളൂട്ടി പോയിരിക്കുന്നത്. അപ്പോൾ ആളില്ലാത്ത സമയങ്ങളിലാണ് ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കണ പണി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്താ ഓർഡർ ചെയ്യേണ്ടത്? സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യാനുള്ളത് ഞങ്ങളെന്താ, കൊത്തു പൊറോട്ട. പക്ഷേ ഞങ്ങൾ കൊത്തു പൊറോട്ട മാറ്റി. കൊത്തു പൊറോട്ട അല്ലെങ്കിൽ സിംഗിൾ ചിക്കൻ ബിരിയാണി കിട്ടാറുണ്ട് വീനസ് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ സിംഗിൾ ചിക്കൻ, അതിലൊരു ചിക്കനേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതും ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കാറില്ല കേട്ടോ, ഈ ഓർഡർ ചെയ്ത് ചെയ്യുമ്പോൾ. ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബർഗർ ഓർഡർ ചെയ്തു. പിസ്സ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിസ്സക്ക് സത്യം പറഞ്ഞാൽ പിസ്സ ഓർഡർ ചെയ്യണമെങ്കിൽ 2 ഓർഡർ ചെയ്യണം. എന്നുവെച്ചാൽ 2 ലാർജ് ഓർഡർ ചെയ്യണം. കാരണം ഒരു ലാർജിലൊന്നും നിൽക്കില്ല. ഒരെണ്ണം കൂടി ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഒരെണ്ണമല്ല, അത് പിസ്സ എത്ര കഴിച്ചാലും ഞങ്ങൾക്ക് മതിയാവില്ല. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സാധനമാണ് പിസ്സ. എനിക്ക് ബർഗറിനോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ പിന്നെ ഒരു ബർഗർ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, വിശപ്പ് തീരും. അപ്പോൾ ഞാനപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചപ്പോൾ അതും സിംഗർ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടം. സിംഗർ ചിക്കൻ ബർഗർ, എൻ്റെ ആ ചിക്കൻ നല്ല ക്രിസ്പി, നമ്മൾ മറ്റേ ഫ്രൈഡ് ചിക്കൻ്റെ പോലത്തെ ചിക്കനായിരിക്കും. എനിക്ക് അത് അങ്ങനത്തെ ബർഗർ ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ പാറ്റി ടൈപ്പ് വരുന്നൊരു ഇതുണ്ട്, ചിക്കൻ്റെ പാറ്റി വെച്ചിട്ടുള്ള ബർഗേഴ്സ്, അതൊന്നും എനിക്കത്ര താല്പര്യം. ഈ സിംഗർ റാപ്പ് ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ സിംഗർ ചിക്കൻ റോൾ ഉണ്ടാവും, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. സിംഗർ ചിക്കൻ ബർഗറാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അൽബേക്ക് ഫിസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. ഈ ചിക്കിങ്ങൊക്കെ പോലത്തെ ഒരു സംഭവമാണ് അൽബേക്ക് ഫിസ്റ്റോ എന്ന് പറഞ്ഞിട്ട്. അത് തോന്നുന്നു എൻ്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റായിട്ട് അറിയില്ല. അതും ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ നിന്ന് തന്നെയാണ് കേട്ടോ. അവർ ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ അപ്പോൾ അവർ ഈറ്റിഗോ എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്. അപ്പോൾ ഈറ്റിഗോ വഴി നമ്മൾ ഫുഡ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഇന്ന് രാവിലെ ഞാൻ പറയില്ലേ, ഊട്ടി പോയി. അപ്പോൾ ആളവിടെ ചില്ലുമ്പോൾ നമ്മൾ കൂടെ ചില്ലയണ്ടേ. ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ അങ്ങനെ. ആൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. അതായത് ഇങ്ങനെ
ആളെവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോഴോ കാര്യങ്ങളൊക്കെ ആകുമ്പോഴാകുമ്പോൾ ആളുടെ ബിസിനസ് അതാണ്, ടൂറ് ആണ് ആളുടെ ബിസിനസ്. അപ്പോൾ ആൾ പോകുമ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഞാനും മോനും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇരിങ്ങാലക്കൂടെയൊക്കെ പോയി കഴിഞ്ഞ് കുറേ നേരം കറങ്ങിയിട്ടൊക്കെ വരും. കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കുറേ കടകളിൽ നിർന്ന് നടക്കും, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ അപ്പോൾ നമ്മൾ ബർഗർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരാൾ ബനിയൻ പോലും ഇടാണ്ടിരിക്കുകയാണ്. ഭയങ്കര മടി അവന് ബനിയന് വാങ്ങിച്ച. പുതിയ പോക്യുമാൻ കാർഡ് വാങ്ങിച്ചതിൻ്റെ ഇത് കാണിച്ചു തരാനായിട്ട് ഇരിക്കുക. ഓ ഇതൊന്നും അല്ലട്ടോ, അതിൻ്റെ മുന്നേ രണ്ടാളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെറുതെ, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കണം. വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും. ഞാനൊരു ദിവസം എന്നോട് ഷോപ്പിൽ പോയപ്പോൾ പോക്യുമാൻ കാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞു 12 രൂപ 12 റുപ്പീസേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനിത് ഞാൻ നോക്കിയില്ലേ, ഞാൻ എന്നിട്ട് ബില്ല് ഞാൻ കൊടുത്തപ്പോൾ അവർ പറയുന്നത് 70 റുപ്പീസാണ്. അപ്പോഴറിയണേ ഇതിന് ഇത്രയൊക്കെ വിലയുണ്ട്. പിന്നെ ഒരിക്കൽ വാങ്ങിച്ചപ്പോൾ അതിന് ഒരെണ്ണത്തിന് 10 രൂപ എങ്ങനെ ഉണ്ടായിരുന്നു. സോണിക്കിൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 10 രൂപയുണ്ടായിരുന്നു ഒരെണ്ണത്തിന്. അപ്പോൾ അത് 20 രൂപയുടെ രണ്ടെണ്ണം വാങ്ങിച്ചു. ഇതിപ്പോൾ വീണ്ടും അച്ഛനെ കൊണ്ട് പറഞ്ഞു അതേ വീണ്ടും അടുത്ത് പോക്യുമാൻ കാർഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ. ഇത് ഉപകാരമാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല. അല്ല പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ ഈ പറഞ്ഞ പോലെ ഒക്കെ നശിപ്പിച്ചിട്ട് ഇന്നൊക്കെ 2 ദിവസത്തേക്ക് ഉണ്ട് കാണാം. അത് കഴിഞ്ഞ് പിന്നെ അത് ഓരോ പാർട്സായിട്ട് കിടക്കുന്നതാണ്. അതെ, അങ്ങനെ തന്നെയാണ് അവൻ്റെ കാര്യം. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിക്ക് ഓരോ ദിവസം പോകണം. ഇതിപ്പോൾ രാത്രിയിൽ ഞാൻ ആലോചിക്കുകയാണ് പൊറോട്ട വാങ്ങിച്ചാലോന്ന്. കാരണം നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കുറച്ച്. ഞങ്ങൾ രാവിലെ ചപ്പാത്തി കഴിച്ചു, കുറച്ചും കൂടി ഇനി പോർക്ക് റോസ്റ്റ് ഇരിക്കട്ടെ. അപ്പം രാത്രിക്കലേക്ക് പൊറോട്ട. അത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ അവരോട് വിളിച്ച് പറഞ്ഞ് അവരും കൂടി കൊണ്ടുവന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നീ TV ഓണാക്കി കഴിഞ്ഞാൽ ഇത് അപ്പടിയിട്ടുള്ള കാര്യം മതി. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബർഗർ ഇട്ടെ എന്നിട്ട് കാണിച്ചത്. സോ ഗായ്സ്, നമ്മുടെ ബർഗർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. തുറന്ന് അപ്പോൾ നമ്മുടെ അർണവ് അൺബോക്സിങ് ചെയ്യുകയാണ് ബർഗർ. ഇതാണ് നമ്മൾ വാങ്ങിച്ചത് അൽബേക്ക് എക്സ്പ്രസ്. അൽബേക്ക് എക്സ്പ്രസ് ആണ് ഇതിൽ നിന്നാണ് നമ്മൾ ബർഗർ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യണത് എവിടെയാണെന്നൊക്കെ നോക്കണം. ഇവിടെയാണ് ഇത് പൊട്ടിക്കണം. ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കട്ടെ. പൊട്ടിച്ച് ബർഗറാണല്ലോ എന്റെ ഫേവറേറ്റ് ഒന്നല്ല കേട്ടോ, അങ്ങനെ പറയാൻ പറ്റില്ല. ബർഗറാണോ നിന്റെ ഫേവറേറ്റ്? ഇപ്പൊ ഫേവറേറ്റ് അല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ചിക്കൻ ഫ്രൈ, പിന്നെ എന്തേനു എന്റെ പേര് പിസ്സ. അത് കത്രിക. നിങ്ങൾ സിസ്റ്റർ എടുത്തോണ്ട് വാ. അത് പൊട്ടിയെന്ന് തോന്നുന്നുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാം. പതുക്കെ എന്നോട് വേണ്ട കളി. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർഗർ ഇവിടെ വന്നിട്ട് ഇതാണ് സിംഗിൾ ബർഗർ. എന്നിട്ട് കൈ കൊണ്ടൊക്കെ തുറക്കാം. യെസ് ഓക്കെ, കഴിച്ചോളൂ. ഇതാണ് നമ്മുടെ ബർഗർ. മറ്റേ ഫ്രൈഡ് ചിക്കനാണ്, പിന്നെ ലെറ്റ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ബർഗർ ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. എനിക്ക് സിസർ വേണം. സിസർ എടുത്തോണ്ട് വന്ന് എനിക്കിങ്ങനെ പൊളിക്കാനും അങ്ങനെ മെനക്കെട്ട് പൊട്ടിച്ച് വല്ലാതെ ഇതാക്കുന്നത് പെട്ടെന്ന് തീർന്നു. സിസർ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ കട്ട് ചെയ്യാണ്. നമ്മുടെ
ബർഗർ. ഇതാണ് നമ്മുടെ സിംഗർ ചിക്കൻ ബർഗർ. നമുക്ക് കഴിച്ച് നോക്കാം. ഇഷ്ടമുള്ള സാധനമാണ് സിംഗർ ചിക്കൻ ആയതുകൊണ്ട്. So crispy, red juice, onion, tomato, പിന്നെ ക്യാബേജ് ഒക്കെ ഉണ്ട്. സൂപ്പറാണ്. ഇതാ കണ്ടോ, അടിപൊളി. ബർഗർ മൊത്തം ഒന്ന് വീഡിയോ വേണ്ട, ഒന്നും വേണ്ട അല്ല. സംസാരിക്കാൻ പോലും നേരല്ലേ അവന്. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളിതുപോലൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനുണ്ടോ? നല്ല രസമാണ്. നിങ്ങൾക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ ബൈ.